വിശ്വസിക്കേണ്ടുന്നതായിട്ടുണ്ട്. ആ പാപ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുവാനായിട്ട് ഇടയാകണം. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് പാപമോചനം നൽകുവാനായിട്ട് ഇടയാകും. എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം: കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് ദൈവമാണ്, അതുപോലെ ഞാൻ പാപിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അത് ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കുവാൻ, എന്റെ പാപത്തിന് ഒരു മോചനം നൽകുവാൻ വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് പാലസ്തീനായി ഭൂജാതനായി, അങ്ങ് ആ പാലസ്തീനായി ഒരു മനുഷ്യനായി ജീവിച്ചു, അങ്ങ് മനുഷ്യനായി മരിച്ചു, ഒരു രക്ഷകനായി എനിക്ക് വേണ്ടി അങ്ങ് ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആ യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ പാപങ്ങൾ പൊക്കി ശുദ്ധീകരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. നിങ്ങൾ വെറുതെ വിശ്വസിച്ചാൽ മാത്രമല്ല, നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ വിശ്വസിക്കുവാനായിട്ട് ഇടയാകണം. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടുകൂടെ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ രക്ഷ ലഭിക്കുവാനായിട്ട് ഇടയാകും. പ്രിയമുള്ളവരെ, അങ്ങനെ നിങ്ങൾക്ക് രക്ഷ ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു നിത്യജീവനുണ്ട്. എന്താണ് ഈ നിത്യജീവൻ എന്നറിയാമോ? അതൊരു പുതിയൊരു ജീവിതമാണ്. ആ ജീവിതം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പാപത്തോട് നോ എന്ന് പറയുവാനായിട്ട് ഇടയാകുകയുള്ളൂ. ഈ പാപം വിട്ട് ഒരു നല്ലൊരു ജീവിതം, മറ്റുള്ളവർക്ക് പ്രയോജനകരമായ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നിങ്ങൾക്ക് അങ്ങനെ ജീവിതം നയിക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ആ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യരായ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ക്ഷണികമാണ്. നമുക്കെല്ലാവർക്കും മരണമുണ്ട്. അതെല്ലാം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. മരണമുള്ള മനുഷ്യർക്ക് മരണശേഷം ഒരു ജീവിതമുണ്ട്. അത് എവിടെയാണ് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നുവെങ്കിൽ, ഈ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവിന്റെ രക്തം സകല പാവമൊക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് ഇടയാകും. ആ സ്വർഗത്തിലെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ ദൈവമുണ്ട്, അവിടെ ദൈവം വാഴുന്നു, അവിടെ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഈ ലോകത്തിൽ ലഭിക്കാത്ത സന്തോഷം, സമാധാനം നിങ്ങൾക്ക് അവിടെ ലഭിക്കുവാനായിട്ട് കഴിയും. മറിച്ച് നിങ്ങൾ ആ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ നിരസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും ആ എരിയുന്ന തീച്ചുളയിലേക്ക് വീഴുവാനായിട്ട് ഇടയാകും. അവിടെ സന്തോഷമില്ല, സമാധാനമില്ല, ദുഃഖമില്ല, ദുഃഖമുണ്ട്, മുറവിളിയുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തിലേക്ക് പോകുവാനായിട്ട് ഇടയാകും. പ്രിയമുള്ളവരെ, ഇത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് ഈ തീരുമാനം എടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവകൃപയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലൊരു തീരുമാനം എടുക്കുവാൻ ആ വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ള, ഒരിക്കൽ കൂടെ പറയട്ടെ, ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത് നിങ്ങളോട് ഈ സന്തോഷ വാർത്ത അറിയിക്കുവാനാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ നിത്യരാജ്യം അവകാശമാക്കുവാനായിട്ട് ഇടയാകും. നിങ്ങളുടെ മരണശേഷം നിങ്ങൾ സന്തോഷമുള്ള, സമാധാനമുള്ള ആ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് ഇടയാകും. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും